നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 21, 22 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങൾ ആണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കി അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ 2026 മാർച്ച് 21 വെളുപ്പിന് 2:27 AM മുതൽ മാർച്ച് 23 വെളുപ്പിന് 4:13 AM വരെയുള്ള ജ്യോതിഷ ഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് രാഹുകാലം നോക്കാം. മാർച്ച് 21 രാഹുകാലം രാവിലെ 9:34 AM മുതൽ രാവിലെ 11:04 AM വരെയാണ് 21-ാം തീയതി രാഹുകാലം. 22-ാം തീയതി വൈകിട്ട് 5:04 PM മുതൽ വൈകിട്ട് 6:34 PM വരെയാണ് രാഹുകാലം. 22-ാം തീയതി രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇനി നമുക്ക് ഈ ദിവസങ്ങളിലെ ഭാഗ്യ നമ്പർ നോക്കാം. 21-3-2026 7 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 3, 2, 1, 9, 6 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 22-3-2026 8 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 4, 2, 3, 6 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി നമുക്ക് ഭാഗ്യ നിറങ്ങൾ നോക്കാം. 21-ാം തീയതി ശനിയാഴ്ച കറുപ്പ് അല്ലെങ്കിൽ നീല. 22-ാം തീയതി ഞായറാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനവ് ഉണ്ടാകുന്നതാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 21-ാം തീയതി രാവിലെ 4:57 AM മുതൽ രാവിലെ 5:45 AM വരെയാണ് 21-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. 22-ാം തീയതി ബ്രഹ്മമുഹൂർത്തം രാവിലെ 4:56 AM മുതൽ രാവിലെ 5:44 AM വരെയാണ് 22-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം 21-ാം തീയതി ഉച്ചയ്ക്ക് 12:10 PM മുതൽ ഉച്ചയ്ക്ക് 12:58 PM വരെയാണ് 21-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. 22-ാം തീയതി ഉച്ചയ്ക്ക് 12:09 PM മുതൽ ഉച്ചയ്ക്ക് 12:57 PM വരെയാണ് 22-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും പ്രാധാന്യം നൽകുക. ഇനി നമുക്ക് ഫലങ്ങൾ നോക്കാം. ഇത് ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. പണമായിട്ട് വേണ്ട, പകരം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷപരമായ നിങ്ങളുടെ സംശയങ്ങൾ വാട്സാപ്പിലൂടെ എന്നെ ബന്ധപ്പെട്ടാൽ അത് മറുപടി പറയാം. എൻ്റെ വാട്സാപ്പ് നമ്പർ, ദയവേത് ഫോൺ വിളിക്കരുത്. വാട്സാപ്പ് നമ്പർ 9847291363. ആദ്യം മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും സൂര്യനും ശനിയും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. 12-ാം ഭാവത്തിൽ നഷ്ടസ്ഥാനത്ത്, വ്യയസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞായറാഴ്ച ശിവന് വഴിപാട് നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് പൊതുവെ ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ
മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി ഇടവൻ രാശി, കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ചന്ദ്രൻ പ്രതികൂലമാണ്. 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്താണ് ചന്ദ്രൻ നിൽക്കുന്നത്. അതുകൊണ്ട് കഴിവതും ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഈ ദിവസങ്ങളിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. ഇവർക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഗ്രഹങ്ങൾ വ്യാഴം, ചൊവ്വ, സൂര്യൻ, ശനി ഇവ അനുകൂലമാണ്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ, പിതൃഗുണം, സന്താന നേട്ടം ഇവ അനുഭവപ്പെടും. പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്, അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും, അതുവഴി നേട്ടം ഉണ്ടാവും. സർവ്വവിധ സൗഭാഗ്യം, സർവകാര്യ വിജയം, സാങ്കേതിക രംഗത്ത് മേന്മകൾ. ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. എങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റുകൾ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കാം. ഇനി മിഥുനം രാശി, മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ശനിയും വ്യാഴവും പ്രതികൂലം. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ചെറിയ തോതിൽ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവും. ഈ മീനം, മേടം മാസങ്ങളിൽ തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. മിഥുന രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം, പൂയായില്യം. ഇവർക്ക് ചൊവ്വയും സർപ്പവും പ്രതികൂലമായിട്ട് അഷ്ടമത്തിൽ 8ാം ഭാവത്തിൽ നിൽക്കുന്നു. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയാം. എങ്കിലും വാഹനങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. തീപ്പൊള്ളൽ അതുപോലുള്ള അപകട സാധ്യതകൾ നമ്മൾ കരുതലെടുക്കുക. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒരു പരിധിവരെ നമുക്ക് നേട്ടമുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും ഒരു പരിധിവരെ. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. ഇനി ചിങ്ങം രാശി, മകം, പൂര, ഉത്രം ആദ്യ പാദം. ചിങ്ങം രാശിക്ക് അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കാരണം 5 പാവഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. അഷ്ടമശനി ആയതിനാൽ നമ്മൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. എങ്കിൽ ഇവർക്ക് ഈ ശുക്രനും വ്യാഴവും ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് വ്യാഴം. അപ്പോൾ അതിൻ്റെയൊക്കെ പൂർണ്ണമായ ഫലങ്ങൾ കിട്ടണമെങ്കിൽ ക്ഷേത്ര ദർശനം, മന്ത്രജപങ്ങൾ, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, അതുപോലെ ദാനധർമാദികൾ ഇവയൊക്കെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിൽ കാണുന്ന ദോഷാധിക്യത്തിന് പരിഹാരമാവും. ചിങ്ങൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി കന്യരാശി, ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്യരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 7ാം ഭാവത്തിൽ
സൂര്യനും ശനിയും നിൽക്കുന്നു. അപ്പോൾ ജീവിത പങ്കാളിയുമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വിവേകപൂർവ്വം അത് പരിഹരിക്കുക. ഞായറാഴ്ച ശിവന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലും കൃഷിയിലും നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒരു പരിധിവരെ ഉയർച്ചയുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ ചെറിയ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. ബൗദ്ധിക മേഖലയിൽ നേട്ടം ഒരു പരിധിവരെ ഉണ്ടാവും. കന്യരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖ ആദ്യ 3 പാദം. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. കാരണം പ്രധാനമായിട്ടും ഇവർക്ക് ഈ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. ഗുണദോഷ സമ്മിശ്രമായിട്ട് 3 ഗ്രഹങ്ങളുണ്ട്. പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. അതാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഹൈലൈറ്റായിട്ട് പറയുന്നത്. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. തൊഴിൽ ഭാഗ്യം ഈ മീനമാസം മുഴുവൻ ഉണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം, ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും, സർവ്വവിധ സൗഭാഗ്യം. അതുപോലെ തന്നെ ശനി അനുകൂലമായതിനാൽ ഏത് കാര്യം ചെയ്താലും അതിനൊരു വിജയസാധ്യത നിലനിൽക്കും. സാങ്കേതിക മികവ് കൊണ്ട് നിങ്ങൾക്ക് വിസ്മയങ്ങൾ സൃഷ്ടിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ചന്ദ്രൻ 7ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ചൊവ്വാഴ്ച ഇവർ മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ഇവർക്ക് 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ചൊവ്വയും വ്യാഴവും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. 3 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി. മൂലം, പൂരാട, ഉത്രാട ആദ്യ പാദം. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. കണ്ടകശനിയാണ്. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. പിതൃസ്വത്ത് ലഭിക്കാം. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യത. പിന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ എന്ന് പറയുമ്പോൾ ഗൃഹലാഭം, വാഹനലാഭം, ഇതെല്ലാം പ്രധാനമായിട്ട് കാണുന്നു. അതിൽ ചൊവ്വയും വ്യാഴവും ഇവിടെ അനുകൂലമായതിനാൽ നമുക്ക് വാഹനലാഭം പറയാം. യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ ഈ തീർത്ഥയാത്രകൾക്കും ഉല്ലാസയാത്രകൾക്കും സാധ്യതയുണ്ട്. പൊതുവെ ധനുരാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ കാണുന്നത്. ശനിയാഴ്ച ഇവർ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തണം. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും വ്യാഴം ഇവിടെ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഏതൊരു കാര്യത്തിലും ഒരു വിജയസാധ്യത നിലനിൽക്കും. ശനി അനുകൂലമാണ്. സാങ്കേതിക രംഗത്ത് നേട്ടങ്ങളുണ്ടാവും. മീനമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം,
പ്രതീക്ഷിക്കാം. പിതൃഗുണം, സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. പൊതുവെ മകരം രാശിക്ക് ഗുണദോഷം സമ്മിശ്രമാണ്. ഇനി കുംഭം രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യം 3 പാദം. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും, ഭൗതിക സുഖങ്ങൾ, വിവാഹ ജീവിതം ഊഷ്മളമാവും. അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതിയുവാക്കൾക്ക് നേട്ടം ഉണ്ടാവും. എങ്കിലും ഇവർക്ക് 4 പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക, അപകടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്, കരുതൽ എടുക്കുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. 7 ശനിയുടെ അവസാന കാലഘട്ടമാണ്. ഏകദേശം 1 വർഷം കൊണ്ടുണ്ടാവും. അതിനുശേഷം നേട്ടമാണ് വരേണ്ടത്. പക്ഷേ ശനി ഏകദേശം 1 വർഷം കഴിയുമ്പോൾ മാറുന്നത് ശനിയുടെ നീചരാശിയിലേക്കാണ്. അപ്പോൾ ശനി അനുകൂല ആ കാലഘട്ടത്തിൽ 1 വർഷം കഴിഞ്ഞിട്ട് ഏകദേശം 2.5 വർഷം ശനി അനുകൂലമാണെങ്കിലും നീചരാശിയിലായതുകൊണ്ട് നേട്ടങ്ങൾ കുറയും. എന്തായാലും കുംഭൻ രാശിക്ക് ഈ ദിവസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി മീനം രാശി, പൂരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. മീനം രാശിക്ക് അല്പം ദോഷാദിക്കുള്ള ദിവസങ്ങളാണ്. എങ്കിലും ധനവരമൊക്കെ ഉണ്ടാവും. എങ്കിലും അതിനൊക്കെ എല്ലാത്തിനും തടസ്സമാണ് കാണുന്നത്. ഇവിടെ 5 പാപഗ്രഹങ്ങൾ 4 പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. സർപ്പം, ചൊവ്വ, ശനി, സൂര്യൻ ഇവ പ്രതികൂലമാണ്. അതിൽ തന്നെ സൂര്യനും ശനിയും ജന്മത്തിൽ നിൽക്കുന്നു. ഓക്കെ. അതുപോലെ തന്നെ 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് ചൊവ്വയും സർപ്പവും നിൽക്കുന്നു. ബുധനും 12ലാണ്. അപ്പോൾ ഇവർക്ക് ഈ ദോഷാധിക്യം മറികടക്കാൻ ക്ഷേത്രദർശനം, മന്ത്രജപങ്ങൾ, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ദാനധർമാദികൾ ഇവയൊക്കെ അനുഷ്ഠിച്ച് ഈ ദോഷാധിക്യം മറികടക്കാൻ പറ്റും. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവനും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ജന്മശനിയാണ്. ഓക്കെ. വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശുഭദിനം.